വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ നിർണായകമായ റിപ്പോർട്ട് പുറത്ത്. സർവകലാശാലയിൽ നടന്നത് പരസ്യ വിചാരണയെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഉറപ്പിക്കുന്നത്. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. സിദ്ധാർത്ഥന് ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. 18 പേർ പലയിടങ്ങളിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ചും സമീപത്തെ കുന്നിൻ മുകളിൽ വെച്ചും മർദ്ദിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സിദ്ധാർത്ഥനെ നടത്തിച്ചെന്നും മുഖ്യപ്രതിയായ സിൻജോ ജോണാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നും റിപ്പോർട്ടിൽ മൊഴിയുണ്ട്. 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചുവെന്ന് പറയുന്ന പലരുടെയും പേര് പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. പ്രതികളുടെ ഫോൺ രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 വിദ്യാർത്ഥികളെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളായ കോഴിക്കോട് സ്വദേശി നഫീസ്, ആലപ്പുഴ സ്വദേശി അബി എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയി. അമൃത ന്യൂസ്, വയനാട്.